ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ കുറച്ച് പച്ചച്ചീര കിട്ടി. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്ത് അതിനുള്ള അരപ്പും കൂടെ തയ്യാറാക്കാൻ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളകൊക്കെ ഇട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ വെച്ച് സവാളയും നമ്മുടെ ചീരയും കൂടെ അരിഞ്ഞത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. വാടി വരുമ്പോൾ കുറച്ചേ കാണുള്ളൂ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചാൽ അതവിടെ ഇരുന്ന് വെന്തോളും. പിന്നെ അതിനുള്ള അരപ്പങ്ങിട്ട് കൊടുത്താൽ മതി. അതിനിടയിൽ ഞാനൊരു അവിയലും കൂടെ തയ്യാറാക്കാമെന്ന് കരുതി അതും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചീര ഒരുവിധം വെന്ത് വന്നപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് അതും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരു മിനിറ്റുള്ളിൽ തന്നെ ഇത് വെന്തോളും. ഏകദേശം റെഡി ആയിട്ടുണ്ട് ചീരത്തോരൻ. ഒന്ന് വാടിയാൽ മതിയായിരുന്നു. അരപ്പും കൂടെ ഇട്ടപ്പോൾ അതും റെഡിയായി. പിന്നെ ഞാൻ മീനിനുള്ളത് എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് അവിയലിനുള്ള അരപ്പും ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ മീനിനുള്ളത് കുറച്ച് എണ്ണ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ തക്കാളിയും ചെറിയ ഉള്ളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുത്ത് തക്കാളിയും ചെറിയ ഉള്ളിയും മുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ, പിന്നെ കുരുമുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് തേങ്ങ അരച്ചതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് തേങ്ങയും പുളിയും കൂടെ ചേർത്ത് ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് ചാള മീനാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ രസവും കൂടെ വയ്ക്കാമെന്ന് കരുതി. അതിനും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ചെടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പൊടികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് പുളിവെള്ളവും കൂടെ ഒഴിച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ രസം അവിടെ ഒന്ന് റെഡിയാകും. പിന്നെ നമ്മുടെ ചാള മീനും ഇട്ട് കൊടുത്ത് മീൻകറിയും റെഡിയായി, രസവും റെഡിയായി, അവിയലും റെഡിയായി. അതിനുശേഷം നമ്മൾ 9ാം മാസത്തെ പ്രഗ്നൻസി ചെക്കപ്പിന് സബൈൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഉച്ചയ്ക്ക് കഴിച്ചിട്ടൊക്കെയാണ് പോയത്. 3 മണിയൊക്കെ കഴിഞ്ഞാണ് പോയത്. പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. പിന്നെ വൈകിട്ട് ടെക്നോ പാർക്ക് എത്താറാവുമ്പോൾ ഉള്ളൊരു കടയിൽ നിന്ന് കോഫി ഗേറ്റ് എന്നും പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് വെറൈറ്റി സ്നാക്സൊക്കെ കണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചത്. ഒരുപാട് വെറൈറ്റി സ്നാക്സുകളുണ്ടായിരുന്ന കടയായിരുന്നു. കൊഴുക്കട്ട, ബ്രെഡ് ഓംലെറ്റ്, ബ്രെഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.